വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. അനാസ്ഥയ്ക്കെതിരെ ആക്ഷേപവുമായി നാട്ടുകാർ. വടക്കാഞ്ചേരിയുടെ സുരക്ഷ ലക്ഷ്യമിട്ട് 2013-14 കാലഘട്ടത്തിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് 5 വർഷം പിന്നിട്ടു. അന്നത്തെ വടക്കാഞ്ചേരി MLA-യും സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തും ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ക്യാമറകൾ പ്രവർത്തനരഹിതമായി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഴാനി റോഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി വാഹനമിടിച്ച് തകർന്ന് നിലംപതിച്ചു. 5 വർഷത്തോളം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ ക്യാമറകൾ മോണിറ്റർ ചെയ്തിരുന്നത്. അക്കാലത്ത് വടക്കാഞ്ചേരി നഗരത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കപ്പെട്ടിരുന്നു. വാഹനമോഷണങ്ങളും കുറ്റവാളികളുടെ വാഹനങ്ങളും നഗരപാതയിലൂടെ കടന്നുപോയിരുന്നോ എന്ന് പോലീസിന് കൃത്യമായി പരിശോധിക്കാനും സാധിച്ചിരുന്നു. ഈ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ ഉൾപ്പെടെ വടക്കാഞ്ചേരിയിൽ നടന്ന വാഹനമോഷണങ്ങൾ പോലീസിന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വടക്കാഞ്ചേരിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട വടിവാൾ വിനോദിനെപ്പോലുള്ള കുറ്റവാളികളെ നിരീക്ഷിക്കാനും സാധിക്കുമായിരുന്നു. മേഖലയിൽ ക്യാമറകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. നഗരത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരമായി ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി.